കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. വികസിത് ഭാരത് സങ്കല്പ യാത്ര. ഭാരത സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്നതാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര. രാജ്യത്തെ 3 മേഖലകളായി തിരിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇക്കഴിഞ്ഞ നവംബർ 15 തീയതി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അട്ടപ്പാടിയിൽ നിർവഹിച്ചിരിക്കുകയാണ്. SLBCയുടെ നിർദ്ദേശപ്രകാരം ലീഡ് ബാങ്കിനൊപ്പം നബാർഡ്, റബ്ബർ ബോർഡ്, FECT, CBCN, IC, കൃഷി വിജ്ഞാൻ കേന്ദ്ര, തപാൽ, കൃഷി വകുപ്പുകൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ വിവിധ വകുപ്പുകളും പരിപാടിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയിൽ നവീന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കർഷകർക്കായി പ്രത്യേക ഡ്രോൺ പ്രദർശനവും ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ, ആധാർ സേവനങ്ങൾ, ജനസുരക്ഷാ സ്കീമുകളുടെ ക്യാമ്പ് തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിവരവിനിമയത്തിനോടൊപ്പം വിവിധ പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനുള്ള ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൽ സാന്നിധ്യമുള്ള എല്ലാ ബാങ്കുകളുടെയും പ്രതിനിധികൾ അതാത് ഗ്രാമപഞ്ചായത്തിലെ യാത്രകളിലും ക്യാമ്പിലും പങ്കെടുക്കുന്നതാണ്. PM പ്രണാം സ്കീം അവബോധനം, സമീകൃത വളപ്രയോഗം, നാനോ വളങ്ങളെ പരിചയപ്പെടുത്തൽ, കാർഷിക ഡ്രോൺ ടെക്നോളജി പരിചയപ്പെടുത്തൽ മുതലായവ ഈ വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹരായവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകുന്നതുമായിരിക്കും. യാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച വിവര വിദ്യാഭ്യാസ വിനിമയ വാഹനത്തിൽ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങളും ഗുണഭോക്താക്കളുടെ അനുഭവ വിവരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇങ്ങനെയാണ്: എത്തിച്ചേരാത്തവരിലേക്ക് എത്തിച്ചേരുക, സ്കൂളുകൾക്ക് കീഴിൽ അർഹതയുള്ള ദുർബലരായ ആളുകളിലേക്ക് എത്തിച്ചേരുക, വിവരണങ്ങളുടെ വ്യാപനം, പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കൽ, പൗരന്മാരിൽ നിന്ന് പഠിക്കൽ, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി വ്യക്തിഗത കഥകൾ, അനുഭവം പങ്കിടൽ എന്നിവയിലൂടെ ആശയവിനിമയം, യാത്രയ്ക്കിടെ കണ്ടെത്തിയ വിശദാംശങ്ങളിലൂടെ സാധ്യതയുള്ള ഗുണഭോക്താക്കളുടെ എൻറോൾമെന്റ്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസിത് ഭാരത് സങ്കല്പ യാത്ര സമയബന്ധിതമായി എത്തിച്ചേരുന്നതാണ്. യാത്രയിൽ പങ്കാളികളാകുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. ഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം, പോഷണം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായുള്ള പ്രധാനമന്ത്രിയുടെ പരിപാടിയെ പ്രതിനിധീകരിക്കുന്ന PM പ്രണാം സ്കീമിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഭൂമിയെ നമ്മുടെ സ്വന്തം അമ്മയെപ്പോലെ പരിപാലിക്കുന്നതിനും അതിനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിനുമുള്ള സവിശേഷമായ ചുവടുവെപ്പാണിത്. ഗ്രാമതലം മുതൽ നമ്മുടെ കൂട്ടായ പ്രയത്നത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ. സർ, PM പ്രണാമിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? PM പ്രണാമിന്റെ പ്രാഥമിക ലക്ഷ്യം കാർഷിക മേഖലയിൽ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം എന്ന സമ്മർദ്ദ പ്രശ്നം പരിഹരിക്കുക എന്നതാണ്. ഉയർന്ന ഉൽപാദനം ലക്ഷ്യമിട്ട് നമ്മുടെ മാതൃഭൂമിയെ രോഗതുരമാക്കുകയും ഉൽപാദനശേഷി കുറയ്ക്കുകയും ചെയ്യുന്ന വളങ്ങളും കീടനാശിനികളും നാം അമിതമായി ഉപയോഗിക്കുന്നു. അമിതമായ രാസ ഉപയോഗം വിവിധ ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നു. സാർ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ മണ്ണിന്റെ പോഷണ സുരക്ഷയ്ക്കായിട്ട് ഇത് സഹായിക്കുമോ? മണ്ണിന്റെ പോഷണ സുരക്ഷയ്ക്കായി ജൈവവളങ്ങൾ കൃഷിയുമായി സംയോജിപ്പിച്ച് മണ്ണ് പരിശോധന അടിസ്ഥാനമാക്കിയുള്ള സമീകൃത വളങ്ങളുടെ ഉപയോഗം നാം സ്വീകരിക്കണം. ജൈവ കൃഷിരീതികൾ, സംയോജിത കൃഷി സംവിധാനങ്ങൾ, സൂക്ഷ്മ ജലസേചനം, പുതയിടൽ, വിളപരിക്രമണം തുടങ്ങിയ വിഭവ സംരക്ഷണ സാങ്കേതിക വിദ്യകളും നാം കൃഷിരീതികളിൽ സ്വീകരിക്കണം. സുസ്ഥിര കാർഷിക രീതികളിലേക്കുള്ള ഈ മാറ്റം
മണ്ണിന്റെ ഫലഭൂഷ്ഠിതയെ വർദ്ധിപ്പിക്കുകയും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സാർ, ഇത് ഭാവി തലമുറയ്ക്കും ഉപകാരപ്പെടും അല്ലെ? നമ്മുടെ മാതൃഭൂമിയുടെ ആരോഗ്യ സുസ്ഥിരമായ കൃഷിക്കും ഭാവി തലമുറയ്ക്ക് ഭക്ഷ്യലഭ്യതയ്ക്കും വേണ്ടി ഉറപ്പാക്കണം. ഈ ദിശയിലുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങളുടെ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം മുതലായവയ്ക്ക് ഉപയോഗിക്കാവുന്ന മതിയായ പ്രോത്സാഹനവും നൽകും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പച്ചക്കറി വിളകളിലെ ജൈവകീട നിയന്ത്രണം. കീടസംരക്ഷണ മാർഗങ്ങളിൽ രാസകീടനാശിനികളുടെ ഉപയോഗം ആ നിയന്ത്രണവും വിവേചനരഹിതവുമാകുമ്പോൾ കീടങ്ങൾ ക്രമാതീതമായി പെറ്റുപെരുകുന്നു. കീടങ്ങൾ ആർജിക്കുന്ന പ്രതിരോധശേഷി ഭക്ഷ്യവസ്തുക്കളിലെ അവശിഷ്ട വിഷാംശം, പ്രകൃതിക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ടാക്കുന്ന ദോഷങ്ങൾ എന്നിവ കണക്കിലെടുത്ത് ഇന്ന് ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി വരുന്നു. മിത്രജീവികളാലുള്ള കീടനിയന്ത്രണം പ്രകൃതിയാൽ തന്നെ നടന്നുവരുന്ന ഒരു പ്രതിഭാസമാണ്. എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ മിത്രജീവികളുടെ സേവനം ഉപയോഗപ്പെടുത്തുവാൻ അവ പരീക്ഷണശാലകളിൽ ഉൽപ്പാദിപ്പിച്ച് കൃഷിയിടത്തിൽ നിരന്തരം ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. കൃഷിയിടങ്ങളിൽ കാണുന്ന ഏതൊരു ഷഡ്പദവും ശത്രുകീടമാണെന്ന് തെറ്റായ ധാരണയാണ്. ഇത്തരത്തിൽ മിത്രകീടങ്ങളെയും ശത്രുകീടങ്ങളെയും തിരിച്ചറിയുക എന്നത് അത്യന്താപേക്ഷിതമാണ്. നീരൂറ്റി കുടിക്കുന്ന ശത്രുകീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്ന മിത്രപ്രാണികളെ നശിപ്പിക്കാതിരിക്കാൻ രാസകീടനാശിനി പ്രയോഗം പരമാവധി കുറയ്ക്കുക. കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ മിത്രപ്രാണികളെ കൊന്നൊടുക്കുന്നു. ഇവയുടെ അഭാവത്തിൽ ശത്രുകീടങ്ങൾ ക്രമാതീതമായി പെറ്റുപെരുകുകയും കൂടുതൽ ദോഷകരവുമായി മാറുകയും ചെയ്യുന്നു. ആയതിനാൽ ഇവയെ സംരക്ഷിക്കാനും പ്രകൃതിയാലുള്ള കീടനിയന്ത്രണം നടപ്പിലാക്കാനും രാസകീടനാശിനികൾ ശാസ്ത്രീയമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുക. ശരിവണ്ടുകൾ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ ആകർഷകമായ നിറങ്ങളോടുകൂടിയ പുള്ളിവണ്ടുകളും അവയുടെ പുഴുക്കളും ഇരപിടിയന്മാരാണ്. മുന്ന, മീലിമുട്ട, ശൽക്ക കീടങ്ങൾ എന്നിവയെ ഇത് തിന്നു നശിപ്പിക്കുന്നു. ചിലന്തികൾ. പാടത്തും കൃഷിയിടങ്ങളിലും കാണുന്ന വിവിധ ഇനം ചിലന്തികൾ നമ്മുടെ മിത്രങ്ങളാണ്. ശലഭകീടങ്ങളുടെ മുട്ട, ചെറിയ പുഴുക്കൾ, തുള്ളൻ പ്രാണികൾ എന്നിവയെ ചിലന്തികൾ പതിയിരുന്ന് ഇരയാക്കുന്നു. തുമ്പികൾ. നെൽവയലുകളിലും പുൽത്തകിടുകളിലും മറ്റ് കൃഷിയിടങ്ങളിലും പാറി നടക്കുന്ന വലുതും ചെറുതുമായ തുമ്പികൾ ചെറുകീടങ്ങളെയും കൊതുകുകളെയും തിന്നു നശിപ്പിക്കുന്നു. ഇവയുടെ ലാർവകൾ ജലാശയങ്ങളിലും നെൽപ്പാടങ്ങളിലും വളരുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ക്രൈസോപ്പിഡുകൾ. ഇളം പച്ച നിറമുള്ള ഈ ചെറുപ്രാണികൾ തുള്ളൻ പ്രാണികളെ തിന്നൊടുക്കുന്നു. എല്ലാത്തരം കീടങ്ങളെയും ലഭ്യത അനുസരിച്ച് ഇവ ഇരയാക്കാറുണ്ട്. മാൻഡിഡുകൾ. പ്രേയിങ് മാൻഡിസ് എന്ന ഇരപിടിയൻ പ്രാണികൾ ഇലകളുടെ അടിയിൽ പതിയിരുന്ന് ചെറിയ ശലഭങ്ങളെയും വണ്ടുകളെയും പുഴുക്കളെയും തിന്നു നശിപ്പിക്കുന്നു. കീടനിയന്ത്രണത്തിൽ പരാതങ്ങൾക്കുള്ള പങ്ക്. കീടശരീരത്തിലോ അവയുടെ മുട്ടകളിലോ മുട്ടയിട്ട് വളരുന്ന ചെറുപ്രാണികളാണ് പരാതങ്ങൾ. പെട്ടെന്ന് ദൃഷ്ടിയിൽ പെടാത്തതിനാൽ ഇവയുടെ സാന്നിധ്യം പലപ്പോഴും കർഷകർ തിരിച്ചറിയാറില്ല. വെള്ളീച്ചകൾ, പുഴുക്കൾ, മീലിമുട്ടകൾ എന്നിവയെല്ലാം വിവിധ ഇനം പരാതങ്ങൾ മുട്ടയിട്ട് വസിക്കുന്നു. രാസകീടനാശിനി പ്രയോഗം ഇല്ലാതെ കൃഷിയിടങ്ങളിൽ ഇവയുടെ വംശവർധന ശത്രുകീടങ്ങളുടെ പെറ്റുപെരുകൽ തടയുന്നു. കേരളത്തിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു പരാതമാണ് ട്രൈക്കോഗ്രാമ കിലോണിസ് എന്ന പരാതം മുട്ടക്കാടുകളുടെ രൂപത്തിൽ വിവിധ ബയോ കൺട്രോൾ ലബോറട്ടറികളിൽ ലഭ്യമാണ്. പച്ചക്കറി വിളകളിൽ ട്രൈക്കോകാർഡിന്റെ ഉപയോഗം. വഴുതന, കത്തിരി, തക്കാളി, വെണ്ട എന്നിവയിലെ തണ്ടും കായും തുരന്നു നശിപ്പിക്കുന്ന പുഴുക്കൾക്കെതിരെ ട്രൈക്കോകാർഡുകൾ വളരെ ഫലപ്രദമാണ്. കായ്തുരപ്പൻ പുഴുക്കളുടെ ആക്രമണം വളരെ നേരത്തെ തന്നെ തണ്ടുകളിൽ പ്രത്യക്ഷമാകാറുണ്ട്. ഇളം തണ്ടുകളുടെ അഗ്രഭാഗം വാടുന്നതും പുഴുക്കുത്തേറ്റ പാടുകളും ഇവയുടെ ആക്രമണത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. കായ്പിടുത്തം തുടങ്ങിയ തോട്ടങ്ങളിൽ കായ്കളിൽ പുഴുക്കുത്തേറ്റതായിട്ടും പഴുത്തു പോകുന്നതായിട്ടും കാണപ്പെടുന്നു. ഇത്തരം ആക്രമണ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ട്രൈക്കോകാർഡുകൾ കൃഷിയിടങ്ങളിൽ വെച്ചു തുടങ്ങേണ്ടതാണ്. ഇതുകൂടാതെ വിവിധ പച്ചക്കറി വിളകളായ പാവൽ, പടവലം, വെള്ളരി, ചീര എന്നിവയിൽ കാണുന്ന ഇലചുരുട്ടി പുഴുക്കളെയും അതേ കാർഡുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതാണ്. ആക്രമണ ലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കാർഡുകൾ ഉപയോഗിച്ച് തുടങ്ങേണ്ടതാണ്. ഒരു കാർഡ് ഉപയോഗിച്ച് 50 സെന്റിലെ കൃഷിയിടത്തിൽ കീടസംരക്ഷണം നടപ്പിലാക്കാം. ഇതിനുവേണ്ടി കാർഡുകൾ 10 ബിറ്റായി മുറിക്കണം. 5 സെന്റ് സ്ഥലത്തേക്ക് 1 ബിറ്റ് എന്ന നിരക്കിൽ കാർഡുകൾ ഇലയുടെ അടിയിൽ വെയിലേൽക്കാതെ
കെട്ടിത്തൂക്കുകയോ പിൻ ചെയ്ത് വയ്ക്കുകയോ ചെയ്യാം. 10 ദിവസം കൂടുമ്പോൾ പുതിയ കാർഡുകൾ വെക്കേണ്ടതാണ്. ഇപ്രകാരം 6 7 തവണ കാർഡുകൾ മാറ്റിവെച്ച് കൊടുക്കുന്നത് മൂലം ശലഭവർഗത്തിൽപ്പെട്ട കീടങ്ങളുടെ വംശവർധന തടയുവാൻ കഴിയും. കാർഡുകൾ ഉപയോഗിക്കുന്ന കൃഷിയിടങ്ങളിൽ രാസകീടനാശിനികൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ 2 ആഴ്ച ഇടവേള ഉറപ്പാക്കിയ ശേഷം മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക. ട്രൈക്കോ കാർഡുകൾ രൂക്ഷമായ വെയിലും മഴയും തട്ടാതെ ഇലകൾക്കടിയിലോ കപ്പിനുള്ളിലോ വെക്കാൻ ശ്രദ്ധിക്കുക. സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണം. മനുഷ്യർക്കെന്ന പോലെ കീടങ്ങളും പ്രകൃത്യാ തന്നെ രോഗബാധിതരാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കീടങ്ങൾക്ക് രോഗമുണ്ടാകുന്ന സൂക്ഷ്മാണുക്കൾ മിത്രകുമിളകൾ, മിത്ര ബാക്ടീരിയകൾ, മിത്ര വൈറസുകൾ എന്നീ ഗണത്തിൽപ്പെടുന്നു. കീടനിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന മിത്രകുമിളുകൾ കീടശരീരത്തിൽ പ്രവേശിച്ച് അവയിൽ രോഗമുണ്ടാക്കുകയും തന്മൂലം വംശവർധന തടയുകയും ചെയ്യുന്നു. മിത്രകുമിളുകളിൽ നിന്ന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഇനങ്ങളാണ് മെറ്റാറൈസിയം അനൈസോപ്ലിയ, ബിവേറിയ ബസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, ബേസിലോമൈസിസ് ലിലാസിനസ് എന്നിവ. ഇവയെല്ലാം തന്നെ കാർഷിക സർവകലാശാലയുടെയും കൃഷി വകുപ്പിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന ബയോ കൺട്രോൾ ലബോറട്ടറികളിൽ ലഭ്യമാണ്. മെറ്റാറൈസിയം എന്ന മിത്രകുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പച്ചക്കറി വിളകളിൽ തളിക്കുന്നത് ഇല കരണ്ടു തിന്നുന്ന വണ്ടുകളുടെ ഇനത്തിൽപ്പെട്ട കീടനാശിനികളെ നശിപ്പിക്കാൻ സഹായിക്കും. കത്തിരി, വഴുതന, മുളക് എന്നിവയുടെ ഇലപ്പരപ്പിനടിയിൽ കാണുന്ന പുള്ളിവണ്ടുകളെയും അവയുടെ മുള്ളൻ പുഴുക്കളെയും നശിപ്പിക്കാൻ മെറ്റാറൈസിയം ഉപയോഗിക്കാം. കൂടാതെ വെള്ളരിവർഗ വിളകളായ പാവൽ, പടവലം, വെള്ളരി, മത്തൻ എന്നിവയിലെ ഇലതീനി വണ്ടുകളെയും അവയുടെ മണ്ണിനടിയിൽ വസിച്ച് വേരു തിന്നുന്ന പുഴുക്കളെയും മെറ്റാറൈസിയം ഉപയോഗിച്ച് നശിപ്പിക്കാം. ചീര, മുരിങ്ങ, വെണ്ട എന്നീ വിളകളിലെ ചാരവണ്ടിനും ഇത് ഫലപ്രദമാണ്. ബിവേറിയ എന്ന മിത്രകുമിൾ പുഴുവർഗത്തിൽ അഥവാ ശലഭവർഗത്തിൽപ്പെട്ട കീടങ്ങൾക്കാണ് കൂടുതൽ ഫലപ്രദം. ചീരയിലെ കൂടുകെട്ടിപ്പുഴു, വെണ്ടയിലെ ഇലചുരുട്ടിപ്പുഴു, പടവലത്തിന്റെ കൂനൽപ്പുഴു എന്നിവയ്ക്കെതിരെ ബിവേറിയ ബസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 10 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായ വെള്ളീച്ച, മുന്ന, മീലിമൂട്ട, ശൽക്കകീടങ്ങൾ, ചെറിയ തുള്ളൻ പ്രാണികൾ എന്നിവയ്ക്കെതിരെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു മിത്രകുമിളാണ് ലെക്കാനിസീലിയം. പൊടി രൂപത്തിലുള്ള ഇവ 20 ഗ്രാം എന്ന തോതിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 10 ഗ്രാം ശർക്കരയും ചേർത്ത് അരിച്ചെടുത്ത് ഇലകളുടെ ഇരുവശവും ഇലയിടുക്കുകളും പൂവും കായും തണ്ടും എല്ലാം നനയുന്ന രീതിയിൽ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യുന്നത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളിൽ നിന്നും വിളകളെ രക്ഷിക്കും. ഈ മിത്രകുമിളിന്റെ കൈറ്റിൻ സമ്പുഷ്ടീകരിച്ച ദ്രവരൂപത്തിലുള്ള സീലോ എന്ന ഉൽപ്പന്നം വെള്ളായണി കാർഷിക കോളേജിൽ ഉൽപ്പാദിപ്പിച്ചു വരുന്നു. 5 മുതൽ 10 മില്ലി വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ലായനി ഉപയോഗിക്കുന്നത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ അകറ്റുന്നത് കൂടാതെ ആകർഷകമായ കായ്പിടുത്തത്തിനും കാരണമാകുന്നു. നിമാവിരകളുടെ ആക്രമണം മൂലം വെണ്ട, വെള്ളരി, കൂർക്ക എന്നിവയിൽ കണ്ടുവരുന്ന മഞ്ഞളിപ്പിനെതിരെ പെസിലോമൈസിസ് എന്ന മിത്രകുമിൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. 20 ഗ്രാം പൊടി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ലായനി ചുവട്ടിലൊഴിക്കുന്നതിലൂടെ നിമാവിരകളുടെ ആക്രമണം ഗണ്യമായി കുറയ്ക്കാം. കെണികൾ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണം. ഫെറമോൺ കെണികൾ. പാവൽ, പടവലം തുടങ്ങിയ വെള്ളരിവർഗ വിളകളിൽ കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കായീച്ചയുടെ ആക്രമണം. നിയന്ത്രണ മാർഗങ്ങൾ. കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കുക. കീടബാധയേറ്റ് അഴുകി കൊഴിഞ്ഞു വീണ കായ്കൾ ശേഖരിച്ച് ആഴത്തിൽ കുഴിച്ചു മൂടുകയോ ചുടുവെള്ളത്തിലോ സോപ്പ് വെള്ളത്തിലോ ഇട്ട് പുഴുക്കളെ നശിപ്പിക്കുകയോ ചെയ്യുക. നടീലിന് മുൻപ് മണ്ണ് കിളച്ചൊതുക്കി കായീച്ചകളുടെ സമാധിദശ നശിപ്പിക്കുക. ബിവേറി ബസിയാന എന്ന മിത്രകുമിൾ 10 ലിറ്റർ 40 ചതുരശ്ര മീറ്ററിന് എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുക. ഫെറമോൺ കെണികൾ. 15 സെന്റിന് 1 എന്ന തോതിൽ ഉപയോഗിച്ച് ആണീച്ചകളെ കൂട്ടത്തോടെ ശേഖരിച്ച് നശിപ്പിക്കാവുന്നതാണ്. ഈ കെണികൾ ഉപയോഗിക്കാൻ സമയമാകുമ്പോൾ മാത്രം പാക്കറ്റ് പൊട്ടിക്കുക. ഉള്ളിലെ ബ്ലോക്ക് കവർ പൊട്ടിച്ച് കുപ്പികളിൽ കെട്ടിത്തൂക്കുക. 2.5 മാസം കഴിയുമ്പോൾ പുതിയ കെണി ഉപയോഗിക്കുക.
പഴക്കെണി. പെണ്ണീച്ചകളെയും ആണീച്ചകളെയും കൂട്ടത്തോടെ ശേഖരിച്ച് നശിപ്പിക്കുന്നതിനായി പഴക്കെണികൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി ഒരു പാളയൻ കോടൻ പഴം, 2 മുതൽ 3 ഗ്രാം ക്ലോറാൻട്രാനിലിപ്പോൾ, ഫിലിപ്രോൺ എന്നിവ ഉപയോഗിക്കുക. ഫിപ്രോണിൽ എന്നിവ എടുക്കുക. പഴത്തിൻ്റെ 2 വശവും ചരിച്ചു മുറിച്ചു കളയുക. ഇതിനുശേഷം ചരിച്ച് വീണ്ടും 2ആയി മുറിച്ച ഭാഗം ചിരട്ടയിൽ വെച്ച് കെട്ടിത്തൂക്കുക. 1 സെന്റിന് 4 മുതൽ 5 കെണി വീതം കെട്ടുക. 4-5 ദിവസം കഴിയുമ്പോൾ ഇവ മാറ്റിക്കൊടുക്കണം. ഒറ്റുകെണികൾ. രോഗവാഹകരായ ഇലപ്പേൻ, മന്ദരി, വെള്ളീച്ച എന്നീ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ ലക്കാനിസിലിയം ഒറ്റുകെണികളും വേപ്പധിഷ്ഠിത ജൈവ കീടനാശിനികളും ഫലപ്രദമാണ്. വെള്ളീച്ചകളുടെ ആക്രമണം കാണുന്ന കൃഷിയിടങ്ങളിൽ മഞ്ഞ ഒറ്റുകെണികളും ഇലപ്പേനിന്റെ ആക്രമണം കാണുന്നിടത്ത് നീല ഒറ്റുകെണികളും രണ്ടും കണ്ടുവരുന്ന കൃഷിയിടങ്ങളിൽ മഞ്ഞയും നീലയും ഒന്നിടവിട്ടും സ്ഥാപിക്കാവുന്നതാണ്. വേപ്പധിഷ്ഠിത കീടനാശിനികൾ. വേപ്പിൻ കുരു, സത്തിനും വേപ്പെണ്ണ സോപ്പ് ലായനിക്കും പച്ചക്കറി വിളകളിലെ എല്ലാവിധ കീടങ്ങളെയും വികർഷിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി കീടനിയന്ത്രണത്തിലെ നല്ല കൃഷിമുറകളെ പറ്റി നമുക്ക് പരിചയപ്പെടാം. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ബോധമുള്ള ഒരു തലമുറയിലാണല്ലോ നാം ഇന്ന് ജീവിക്കുന്നത്. ജീവിതശൈലി രോഗത്തെക്കുറിച്ച് മാത്രമല്ല, സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള അവബോധം നമ്മുടെ ചെറുപ്പക്കാരിൽ ഇപ്പോൾ കൂടി വരികയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് ഉത്തമ കാർഷിക മുറകളെന്നും സുരക്ഷിത ഭക്ഷണം ലഭിക്കാൻ എന്തൊക്കെ നല്ല കൃഷിമുറകൾ നാം ശീലിക്കണമെന്നും അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം ലഭിക്കാനുതകുന്ന രീതിയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനം മുതൽ വിളവെടുപ്പിന് ശേഷമുള്ള പ്രക്രിയകൾ വരെ നാം അനുവർത്തിക്കേണ്ട തത്വങ്ങളായാണ് നാം ഉത്തമ കാർഷിക മുറകൾ എന്ന് വിളിക്കുന്നത്. ഉത്തമ കാർഷിക മുറകൾ അനുഷ്ഠിക്കുന്നത് മൂലം സാമ്പത്തിക സാധ്യത, സാമൂഹിക സ്വീകാര്യത, പാരിസ്ഥിതിക സുസ്ഥിരത എന്നിവ സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ മുറകളിൽ പ്രധാനമായും അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാൽ മണ്ണ് പരിപാലനം, വിത്ത് പരിചരണം, നടീൽ, വളത്തിന്റെ ഉപയോഗം, ജലസേചനം, കീടരോഗ നിയന്ത്രണം, കീടനാശിനികളുടെ ഉപയോഗം, സംസ്കരണം, മൂല്യവർദ്ധനവും എന്നിവയാണ്. ഈ പറഞ്ഞിരിക്കുന്നവയിൽ നേരിട്ട് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന കൃഷിമുറ കീടനാശിനി ഉപയോഗത്തിലാണ്. അതിനാൽ തന്നെ കീടനിയന്ത്രണത്തിലെ നല്ല കൃഷിമുറകൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സാധാരണയായി ഒരു കീടബാധയുണ്ടായാൽ കർഷകർ ആദ്യം ആശ്രയിക്കുന്നത് കീടനാശിനികളെ ആയിരിക്കും. എന്നാൽ വിത്ത് നടുന്നു മുതൽ പ്രത്യേക പരിചരണവും കീടബാധ വരാതിരിക്കാനുള്ള മാർഗങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ കീടനാശിനിയുടെ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കുവാനായി സാധിക്കും. മാത്രമല്ല, കീടബാധയുടെ ആദ്യഘട്ടങ്ങളിൽ തന്നെ അവ കണ്ടെത്തിയാൽ ഭൗതിക നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ച് എളുപ്പത്തിൽ അവയെ നിയന്ത്രിക്കാനാകും. നമുക്ക് വലിയ വില കൊടുക്കാതെ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാതെ, പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ എങ്ങനെയെല്ലാം നല്ല കൃഷി രീതികൾ നമ്മുടെ കൃഷിയിൽ അവലംബിക്കാം എന്ന് നോക്കാം. കള നിയന്ത്രണവും മുമ്പത്തെ കൃഷിയുടെ അവശിഷ്ടങ്ങളെ ശരിയായി നീക്കം ചെയ്യുന്നതും 50% കീടബാധ കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. മുമ്പിലത്തെ വിളയുടെ അവശിഷ്ടങ്ങൾ കത്തിച്ച് കളയുകയോ ആഴത്തിൽ കുഴിച്ചിടുകയോ ചെയ്യുന്നത് കീടങ്ങളുടെ മുട്ടകളെയും സമാധി ദശകളെയും നശിപ്പിക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല, കൃഷിയിടം സന്ദർശിക്കാൻ പോകുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ കൂടി കയ്യിൽ കരുതുക. പുഴുക്കളെയോ മുട്ടക്കൂട്ടങ്ങളെയോ കീടങ്ങളെയോ കാണുമ്പോൾ പറിച്ച് നിലത്തിടുന്നതിന് പകരമായി കയ്യിൽ കരുതി വെക്കുന്ന കവറിനുള്ളിലിട്ട് ഏറ്റവും ഒടുവിൽ കവർ കെട്ടി സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കൃഷിയിടത്തിലെ കീടബാധ നല്ലൊരളവിൽ കുറയ്ക്കാൻ സാധിക്കും. ചിട്ടയായ കൃഷിരീതികൾ. കീടപ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ സ്യൂഡോമോണാസ് ഉപയോഗിച്ചുള്ള വിത്തു പരിചരണം, നടീൽ അകലം ക്രമീകരിക്കുന്നതിലും മണ്ണിളക്കുന്നതിലും ശരിയായ തോതിലുള്ള വളങ്ങളും വെള്ളവും കൊടുക്കുന്നതും വിളപരിക്രമം പാലിക്കുന്നതും കൃത്യസമയത്ത് ഫലം പറിക്കുന്നതും വരെയുള്ള കൃഷിമുറകൾ കീടനിയന്ത്രണത്തിൽ പ്രധാന പങ്കുവഹിക്കും. സ്യൂഡോമോണാസിന്റെ വിത്ത് പരിചരിക്കുന്നതും തൈകൾ 20 മിനിറ്റ് മുക്കി വെച്ച് നടുന്നതും ആദ്യത്തെ 20 മുതൽ 25 ദിവസം വരെ ചെടിയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. വേപ്പിൻ പിണ്ണാക്കിട്ട് നടുന്നത് നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ ആക്രമണം ചെറുക്കാൻ തൈകളെ സഹായിക്കും. കൃത്യമായ വിത്ത് നിരക്കും നടീലകലവും ഒരു പരിധിവരെ നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ ആക്രമണത്തിന്റെ തോത് കുറയ്ക്കുന്നു. മണ്ണ് ആവശ്യമുള്ളത്ര ഇളക്കി കൊടുക്കുന്നതിനാൽ മണ്ണിൽ കാണുന്ന സമാധി ദശകളെ നശിപ്പിക്കുവാനും സാധിക്കും. ഇതുമൂലം കീടത്തിന്റെ അടുത്ത തലമുറ ഇല്ലാതാക്കുവാനും ഉതകുന്നു. നൈട്രജൻ വളങ്ങൾ അധികമാകുന്നതും ചെടി വരൾച്ച അനുഭവിക്കുന്നതും നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ ആക്രമണം രൂക്ഷമാകും എന്നതിനാൽ അനുയോജ്യമാം വിധം വേണം വെള്ളവും വളവും ചെടിക്ക് കൊടുക്കേണ്ടത്. സാധാരണയായി ഒരു പ്രത്യേക ചെടിയെ ആക്രമിക്കുന്ന കീടത്തിന് ആ ചെടിയുടെ വർഗത്തിൽപ്പെട്ട മറ്റു ചെടികളെയും ആക്രമിക്കുവാൻ സാധിക്കും. അതിനാൽ വിളപരിക്രമം പ്രാവർത്തികമാക്കുന്നത്
ചെയ്യുന്നത് ഒരേ സ്ഥലത്ത് വീണ്ടും വീണ്ടും കീടബാധയുണ്ടാക്കുന്നതിനെ കെണിവിളകളായി തുളസി, ചെണ്ടുമല്ലി, കടുക്, എള്ള് എന്നിവ പാടത്തു ചുറ്റിലും ഇടയിലും നടുന്നത് കീടബാധ പ്രധാന വിളയിൽ കുറയ്ക്കുവാനും ഇടയാക്കും. എന്നാൽ കായീച്ച പോലുള്ള കീടങ്ങൾക്കെതിരെ ഫലം പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് അതിപ്രധാന നിയന്ത്രണ മാർഗങ്ങൾ ഒന്നാണ്. കെണികൾ ഉപയോഗിച്ച് കായീച്ചകളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുകയും ചെയ്യാം. ജൈവിക കീടനിയന്ത്രണം. ജൈവിക കീടനിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ച് സുരക്ഷിത ഭക്ഷണം ലഭ്യമാക്കാൻ ഒരു പരിധിവരെ നമുക്ക് സാധിക്കും. മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കീടബാധയുടെ തോത് താരതമ്യേന കുറയ്ക്കാനാകും. ഇരപിടിയന്മാരെയും മിത്രകീടങ്ങളെയും പരീക്ഷാശാലകളിൽ വളർത്തി കൃഷിഭൂമിയിൽ പ്രകാശനം ചെയ്യുന്നത് എക്കാലത്തെയും മികച്ച ഒരു ജൈവിക കീടനിയന്ത്രണ മാർഗമാണ്. നെല്ലിൽ ഉപയോഗിക്കുന്ന മുട്ടക്കാടുകൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. സൂക്ഷ്മജീവികളായ ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന ബാക്ടീരിയയിൽ നിന്നെടുക്കുന്ന BT എന്ന ജൈവ കീടനാശിനി ചിത്രശലഭ വർഗ്ഗങ്ങളുടെ പുഴുക്കൾക്കെതിരെ അത്ഭുതകരമായ ഫലങ്ങൾ തരുന്നു. ലൈപ്പൽ, ഡൈപ്പൽ, ഹാൾട്ട് എന്നീ പേരുകളിൽ കീടനാശിനി കടകളിൽ ലഭിക്കാവുന്ന BT 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ തളിക്കാവുന്നതാണ്. പുഴുക്കളുടെ വയറിൽ മാത്രം വിഷാംശമായി മാറുന്ന BT മനുഷ്യർക്ക് വളരെ സുരക്ഷിതവും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ വിലക്കുറഞ്ഞതുമാണ്. സൂക്ഷ്മ കുമിളകളായ ബ്യുവേറിയ ബ്യാസിയാന 15 മുതൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് പുഴുക്കളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പച്ചക്കുമിളായ മെറ്റാറൈസിയം അനിസോഫിലെ 15 മുതൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയാണെങ്കിൽ മണ്ണിൽ കാണുന്ന പുഴുക്കളെയും അവയുടെ സമാധി ദശകളെയും നിയന്ത്രിക്കാം. നീരൂറ്റി കുടിക്കുന്ന ജീവികൾക്കെതിരായി ലൂക്കാസീലിയം ലിക്കാനി എന്ന മിത്രക്കുമിൾ 15 മുതൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നിമാവിരകൾ അടങ്ങിയ കടാവറുകൾ ലഭ്യമാണ്. അത് വാഴക്കൈകളിൽ 1 വീതം 4 കൈകളിൽ വെച്ചു കൊടുക്കുന്നത് പിണ്ടിപ്പുഴുവിനെതിരെ ഫലപ്രദമായി കണ്ടുവരുന്നു. നിമാവിരകളെ നിയന്ത്രിക്കാൻ മിത്രക്കുമിളകളായ പോച്ചോണിയ, പെസിലോമൈസസ് എന്നിവ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കീടനാശിനി ഉപയോഗം. മുൻപ് പറഞ്ഞ ഒരു രീതിയിലും കീടത്തെ നിയന്ത്രിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം കീടനാശിനി ഉപയോഗത്തെക്കുറിച്ച് ചിന്തിക്കാം. ജൈവ കീടനാശിനികളായ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, പുകയില കഷായം, പൊങ്ങെണ്ണ, നാറ്റപ്പൂച്ചെടി ഇമൽഷൻ തുടങ്ങിയവ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉടനെ ഉപയോഗിക്കുന്നത് രാസ കീടനാശിനികളുടെ ദൂഷ്യഫലത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. കീടനാശിനികൾ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയോടെ മാത്രം കീടനാശിനികൾ നാം തെരഞ്ഞെടുക്കുക. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അനുവദിച്ചിട്ടുള്ളതും വിളകൾക്ക് അനുയോജ്യമായതും നാം തിരഞ്ഞെടുക്കണം. അത് ശുപാർശ ചെയ്തിട്ടുള്ള അളവിലും രീതിയിലും ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം. മാത്രമല്ല, കാലാവധി കഴിഞ്ഞിട്ടില്ല എന്നത് പ്രത്യേകം ഉറപ്പുവരുത്തുക. കീടങ്ങളിൽ പ്രതിരോധശേഷി വർദ്ധിക്കുന്നു, പുനരുജ്ജീവനം സംഭവിക്കുന്നു, അവശിഷ്ട വിഷാംശം കണ്ടെത്തുന്നു, അപകട സാധ്യത കൂട്ടുന്ന എന്നിവയാണ് കീടനാശിനിയുടെ ദുരുപയോഗം കൊണ്ടുണ്ടാകുന്ന പ്രധാന പ്രത്യാഘാതങ്ങൾ. നാം ഉപയോഗിക്കുന്ന കീടനാശിനികളുടെ ഒരംശം കാറ്റിൽ പടർന്ന് വായു മലിനീകരിക്കുന്നു, വെള്ളത്തെയും മണ്ണിനെയും ഫലത്തെയും മലിനമാക്കുന്നു എന്നുള്ളതിനാൽ കീടനാശിനി ഉപയോഗവും തിരഞ്ഞെടുപ്പും വളരെ ഗൗരവമേറിയ വിഷയമാണ്. വിഷാംശത്തിന്റെ അളവനുസരിച്ച് അത്യുഗ്രക വിഷം, ഉഗ്രവിഷം, മിതവിഷം, നേരിയ വിഷം എന്നീ 4 തട്ടുകളിലായി കീടനാശിനികളെ തിരിച്ചിരിക്കുന്നു. പച്ച ത്രികോണമുള്ള നേരിയ വിഷമായതോ നീല ത്രികോണമുള്ള മിതവിഷമായതോ ആയ കീടനാശിനികൾ തിരഞ്ഞെടുക്കുന്നതാണ് പൊതുവിൽ ഉത്തമം. കീടനാശിനി ഉപയോഗിക്കുമ്പോൾ എന്താണോ ശുപാർശ ചെയ്തിട്ടുള്ളത് അത് കൃത്യ അളവിലും കൃത്യസമയത്തും ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. രാവിലെയോ വൈകിട്ടോ കാറ്റിന്റെ വേഗത കുറഞ്ഞ സമയത്ത് കീടനാശിനി ഉപയോഗിക്കാം. ചെടികളിൽ കായ് രൂപപ്പെടുന്നതിനു ശേഷം കീടനാശിനി പ്രയോഗം പരിമിതപ്പെടുത്തുക. മിത്രകീടങ്ങളെ സംരക്ഷിക്കുക. കീടനാശിനി പ്രയോഗിക്കുന്ന വ്യക്തി സുരക്ഷിത വസ്ത്രം ധരിക്കുകയും കണ്ണും മുഖവും മറയ്ക്കുകയും റബ്ബർ കയ്യുറകൾ ധരിക്കുകയും ചെയ്യണം. മാത്രമല്ല, കാറ്റിന്റെ ദിശയിൽ നടന്ന് കീടനാശിനി പ്രയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. ത്വക്കിലൂടെ ആഗിരണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ യാതൊരു കാരണവശാലും നഗ്നകരങ്ങളാൽ കീടനാശിനി സ്പർശിക്കുവാനോ ശ്വസിക്കാനോ പാടില്ല. കീടനാശിനി പ്രയോഗം കഴിഞ്ഞാൽ വൃത്തിയായി കുളിച്ച് പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് മുഴുവൻ കഴുകിക്കളയുകയും വേണം. കീടനാശിനി തളിക്കുന്ന സമയം ഭക്ഷണം കഴിക്കുവാനോ പുകവലിക്കുവാനോ പാടുള്ളതല്ല. ഉപയോഗിച്ച പാത്രങ്ങളോ കുപ്പികളോ അശ്രദ്ധമായി ഉപേക്ഷിക്കരുത്. കീടനാശിനി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാത്തിരിപ്പുകാലം. കീടനാശിനികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ആ കീടനാശിനി എത്ര നാളുകൾ കൊണ്ട് വിഷാംശം കുറഞ്ഞ് ഉപയോഗശൂന്യമായി തീരും എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സാധാരണ 3 മുതൽ 5 ദിവസമാണ് ഇതിനെടുക്കുന്ന സമയം. ഈ സമയത്തെയാണ് കാത്തിരിപ്പ് കാലം എന്ന് പറയുന്നത്. ഈ കാലയളവിൽ കായ് പറിക്കാനോ അത് ഭക്ഷിക്കാനോ പാടില്ല.
എന്നാൽ പല കർഷകരും ഈ കാത്തിരിപ്പ് കാലം ശ്രദ്ധിക്കാത്തതിനാൽ ആണ് നമ്മുടെ ഭക്ഷണം വിഷമായി മാറുന്നത്. ഫലം പറിച്ചതിനു ശേഷം ഒരു കാരണവശാലും കീടനാശിനിയിൽ മുക്കാൻ പാടുള്ളതുമല്ല. പുത്തൻ തലമുറ കീടനാശിനികളായ ക്ലോറാൻട്രാനിലിപ്രോൾ, ഫ്ലൂബെൻഡയാമൈഡ്, സ്പൈനോസാഡ് മുതലായവ പ്രകൃതിക്കിണങ്ങുന്നതും വിഷാംശം കുറവുള്ളതുമാണ്. ഇവയുടെ വില താരതമ്യേന കൂടുതലാണെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ മതി എന്നുള്ളത് ഗുണകരമാണ്. നമ്മുടെ തീന്മേശയിലെത്തുന്ന 60% പച്ചക്കറികളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷത്തിൽ മുക്കി വരുന്നവയാണ്. കറിവേപ്പ്, മുളക്, മല്ലിയില, പുതിന, ചീര, ബീൻസ്, വെണ്ടയ്ക്ക, പയർ, ക്യാപ്സിക്കം മുതലായവയിൽ വൻതോതിൽ കീടനാശിനിയുടെ അംശം കണ്ടുപിടിക്കപ്പെടാറുണ്ട്. ഏലക്ക, ജീരകം, പെരുംജീരകം, ഉലുവ, മുളകുപൊടി, മുന്തിരിങ്ങ തുടങ്ങിയവയാണ് മറ്റു വിഷാംശം കലർന്ന ഭക്ഷണ സാധനങ്ങൾ. എന്നാൽ നാടൻ ഫലവർഗ്ഗങ്ങളായ പപ്പായ, ചക്ക, സീതപ്പഴം, പൈനാപ്പിൾ, പാഷൻ ഫ്രൂട്ട്, പേരയ്ക്ക, സപ്പോട്ട, അതുപോലെ കിഴങ്ങുവർഗ പച്ചക്കറികൾ, മുരിങ്ങയ്ക്ക തുടങ്ങിയവ വളരെ സുരക്ഷിത ഭക്ഷണമായാണ് കണ്ടെത്തിയിട്ടുള്ളത്. വിളവെടുപ്പിന് ശേഷം ഭക്ഷ്യ വസ്തുക്കളിലെ അവശിഷ്ട വിഷാംശം കുറയ്ക്കുവാനുള്ള ചില രീതികൾ കൂടി ഇവിടെ ചേർക്കട്ടെ. ഉയർന്ന ഊഷ്മാവിൽ പാകം ചെയ്യുന്നത് വിഷാംശം വിഘടിപ്പിച്ച് കുറഞ്ഞ വിഷാംശമായി മാറാൻ സഹായിക്കുന്നു. എന്നതിനാൽ വിഷാംശം കൂടിയ പച്ചക്കറികൾ പാകം ചെയ്യാതെ ഭക്ഷിക്കുന്നത് കുറയ്ക്കുക. പച്ചക്കറികൾ നന്നായി പച്ചവെള്ളത്തിൽ കഴുകി പുറത്തു പറ്റി പിടിച്ചിരിക്കുന്ന വിഷാംശം നീക്കം ചെയ്യുക. ആപ്പിളിന്റെ ഞെട്ടുഭാഗം മുറിച്ചു മാറ്റി തൊലി കളഞ്ഞ് ഉപയോഗിക്കുക. ക്യാബേജിന്റെ ആദ്യത്തെ 2-3 ഇലകൾ കളഞ്ഞതിനു ശേഷം ഉപയോഗിക്കുക. വിഷാംശം കുറയ്ക്കുവാനായി പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും പുളിവെള്ളത്തിലോ വിനാഗിരിയിലോ 2% കറിയുപ്പിലോ 2% മഞ്ഞൾപ്പൊടിയിലോ 2% അപ്പക്കാരത്തിലോ മുക്കിവെച്ച് കഴുകി ഉപയോഗിക്കുക. ഏലയ്ക്ക തൊലി കളഞ്ഞ് കുരു മാത്രം ഉപയോഗിക്കുക. സുഗന്ധവ്യഞ്ജനങ്ങൾ വെള്ളത്തിൽ കഴുകി ഉണക്കി ഉപയോഗിക്കുക. ബസ്മതി അരി 5 മുതൽ 7 പ്രാവശ്യം നന്നായി തിരുമി വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കുന്നത് 50% അധികം വിഷാംശം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വികസിത് ഭാരത് സങ്കല്പ യാത്ര. ഭാരത സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്നതാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര. രാജ്യത്തെ 3 മേഖലകളായി തിരിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇക്കഴിഞ്ഞ നവംബർ 15 തീയതി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അട്ടപ്പാടിയിൽ നിർവഹിച്ചിരിക്കുകയാണ്. SLBCയുടെ നിർദ്ദേശപ്രകാരം ലീഡ് ബാങ്കിനൊപ്പം നബാർഡ്, റബ്ബർ ബോർഡ്, FACT, CBCN, IC, കൃഷി വിജ്ഞാൻ കേന്ദ്ര, തപാൽ, കൃഷി വകുപ്പുകൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ വിവിധ വകുപ്പുകളും പരിപാടിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയിൽ നവീന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കർഷകർക്കായി പ്രത്യേക ഡ്രോൺ പ്രദർശനവും ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ, ആധാർ സേവനങ്ങൾ, ജനസുരക്ഷാ സ്കീമുകളുടെ ക്യാമ്പ് തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിവരവിനിമയത്തിനോടൊപ്പം വിവിധ പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനുള്ള ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൽ സാന്നിധ്യമുള്ള എല്ലാ ബാങ്കുകളുടെയും പ്രതിനിധികൾ അതാത് ഗ്രാമപഞ്ചായത്തിലെ യാത്രകളിലും ക്യാമ്പിലും പങ്കെടുക്കുന്നതാണ്. PM പ്രണാം സ്കീം അവബോധനം, സമീകൃത വളപ്രയോഗം, നാനോ വളങ്ങളെ പരിചയപ്പെടുത്തൽ, കാർഷിക ഡ്രോൺ ടെക്നോളജി പരിചയപ്പെടുത്തൽ മുതലായവ ഈ വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹരായവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകുന്നതുമായിരിക്കും. യാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച വിവര വിദ്യാഭ്യാസ വിനിമയ വാഹനത്തിൽ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങളും ഗുണഭോക്താക്കളുടെ അനുഭവ വിവരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ
യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ്? എത്തിച്ചേരാത്തവരിലേക്ക് എത്തിച്ചേരുക, സ്കൂളുകൾക്ക് കീഴിൽ അർഹതയുള്ള ദുർബലരായ ആളുകളിലേക്ക് എത്തിച്ചേരുക, വിവരണങ്ങളുടെ വ്യാപനം, പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കൽ, പൗരന്മാരിൽ നിന്ന് പഠിക്കൽ, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി വ്യക്തിഗത കഥകൾ, അനുഭവം പങ്കിടൽ എന്നിവയിലൂടെ ആശയവിനിമയം, യാത്രക്കിടെ കണ്ടെത്തിയ വിശദാംശങ്ങളിലൂടെ സാധ്യതയുള്ള ഗുണഭോക്താക്കളുടെ എൻറോൾമെന്റ്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസിത് ഭാരത് സങ്കല്പ യാത്ര സമയബന്ധിതമായി എത്തിച്ചേരുന്നതാണ്. യാത്രയിൽ പങ്കാളികളാകുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം.